യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനക്രമ വർഷത്തോടനുബന്ധിച്ച് നാം നടത്തുന്ന പഠന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറവിടവും ഉച്ചകോടിയുമാണ് ആരാധനക്രമം. ആരാധനക്രമത്തെ കേവലം ബാഹ്യമായ ചില കർമ്മങ്ങളായോ ആചാരങ്ങളായോ കാണാതെ അതിൻ്റെ യഥാർത്ഥ ആത്മീയ തലത്തിൽ മനസ്സിലാക്കണമെങ്കിൽ രഹസ്യം എന്ന സങ്കല്പത്തിൽ നിന്ന് നാം ആരംഭിക്കേണ്ടതുണ്ട്. ദൈവശാസ്ത്രത്തിൽ രഹസ്യം എന്നാൽ മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത ഒന്നല്ല എന്ന രീതിയിലല്ല, മറിച്ച് മനുഷ്യൻ്റെ പരിമിതമായ അറിവുകൊണ്ട് മാത്രം പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത, എന്നാൽ ദൈവിക വെളിപാടിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്ന ദൈവിക യാഥാർത്ഥ്യമായിട്ടാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസ്റ്റീരിയോൺ എന്ന ഗ്രീക്ക് പദം കാലാകാലങ്ങളായി മറഞ്ഞിരുന്നതും എന്നാൽ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ടതുമായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ് സൂചിപ്പിക്കുന്നത്. ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൽ ഈ രക്ഷാകര രഹസ്യം ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ച ഒന്നല്ല. അത് സഭയുടെ ആരാധനക്രമത്തിലൂടെ, പ്രത്യേകിച്ച് കൂദാശകളിലൂടെ ഇവിടെ ഇപ്പോൾ സന്നിഹിതമാക്കപ്പെടുകയും പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സഭാ ജീവിതക്രമമാണ്. ആരാധനക്രമത്തിൽ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര ചരിത്രത്തെ നാം അനുസ്മരിക്കുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ പരിശുദ്ധാത്മാവിൻ്റെ പങ്ക് അതീവ അനിവാര്യമാണ്. കാരണം ക്രിസ്തുവിലൂടെ ചരിത്രത്തിൽ സംഭവിച്ച രക്ഷാകര രഹസ്യങ്ങളെ ഇവിടെ ഇപ്പോൾ നമുക്കായി സന്നിഹിതമാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. മാത്രമല്ല, ഈ ആരാധനക്രമ അനുഭവം കേവലം ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് വരാനിരിക്കുന്ന നിത്യജീവിതത്തിൻ്റെ മുൻകൂട്ടിയുള്ള ആസ്വാദനവും പ്രത്യാശയുമാണ്. പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ കൂദാശകളെ രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ്. ബാഹ്യമായ അടയാളങ്ങൾക്കപ്പുറം വലിയൊരു ദൈവിക രഹസ്യം അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആരാധനക്രമം എന്നത് ഒരു വിശ്വാസിയെ ഈ ദൈവിക രഹസ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. ദൃശ്യമായ അടയാളങ്ങളിലൂടെയും പ്രതീകാത്മകമായ ശുശ്രൂഷകളിലൂടെയും അദൃശ്യനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നു. ചുരുക്കത്തിൽ, ആരാധനക്രമ ദൈവശാസ്ത്രം എന്നത് ചിന്തകൾ കൊണ്ട് മാത്രം ദൈവത്തെ പഠിക്കുന്ന ഒന്നല്ല, മറിച്ച് ആരാധനക്രമത്തിലൂടെ സന്നിഹിതമാകുന്ന ദൈവിക രഹസ്യത്തെ അനുഭവിച്ചറിയുന്നതാണ്. ആരാധനക്രമത്തിലൂടെയുള്ള ഈ രഹസ്യ പ്രവേശനത്തെ നാം മിസ്റ്റഗോജിയ എന്നാണ് വിളിക്കുന്നത്. ഈ രഹസ്യത്തിൻ്റെ ആഴങ്ങളിലേക്കും അത് മനുഷ്യജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നതിലേക്കുമാണ് ഈ പഠനം പ്രത്യേകമായി വിരൽ ചൂണ്ടുന്നത്. എന്താണ് മിസ്റ്റഗോജിയ? മിസ്റ്റഗോജിയ എന്ന വാക്ക് ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ, പ്രത്യേകിച്ചും ആരാധനക്രമത്തിൽ സുപ്രധാനമായ ഒന്നാണ്. ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച ഈ വാക്കിൻ്റെ അർത്ഥം രഹസ്യങ്ങളിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ ആത്മീയ രഹസ്യങ്ങളുടെ വ്യാഖ്യാനം എന്നാണ്. മിസ്റ്റഗോഗിയ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഇംഗ്ലീഷിലെ മിസ്റ്റഗോജിയ എന്ന പദം കടന്നു വരുന്നത്. ഗ്രീക്ക് ഭാഷയിലെ മീസ്തേസ്, അഗോഗിയ എന്നീ രണ്ട് പദങ്ങൾ സംയുക്തമായി ചേരുമ്പോഴാണ് മിസ്റ്റഗോഗിയ എന്ന പദം കടന്നു വരുന്നത്. ഈ രണ്ട് പദങ്ങളും ചേർത്ത് വായിച്ചാൽ രഹസ്യങ്ങളിലേക്കുള്ള കൈപിടിച്ചു നടത്തൽ അല്ലെങ്കിൽ വിശ്വാസ രഹസ്യങ്ങളിലേക്കുള്ള ആത്മീയമായ വഴികാട്ടൽ എന്നിങ്ങനെ അർത്ഥമാകുന്നു. ഇങ്ങനെ വഴികാട്ടുന്ന വ്യക്തിയെ മിസ്റ്റഗോഗ് എന്നും വിളിക്കുന്നു. എന്താണ് ഈ വാക്കിൻ്റെ ചരിത്രപരമായ പരിണാമം? ഈ വാക്ക് ഒരു സെക്കുലർ കോണ്ടെക്സ്റ്റിൽ, ലൗകിക പശ്ചാത്തലത്തിൽ നിന്ന് ക്രൈസ്തവ ആരാധനയിലേക്ക് എത്തിയതാണ്.
പുരാതന ഗ്രീക്ക് പശ്ചാത്തലം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. പഴയ ഗ്രീസിലെ വിജാതീയ രഹസ്യ മതങ്ങളിൽ, മിസ്റ്ററി റിലീജിയൻസിൽ പുതിയ ആളുകളെ ചേർക്കുമ്പോൾ അവരെ അവിടുത്തെ രഹസ്യ ചടങ്ങുകൾ പഠിപ്പിക്കുവാനും പവിത്രമായ സ്ഥലങ്ങളിലേക്ക് ആനയിക്കുവാനും ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു. ആ വഴികാട്ടിയെ മിസ്റ്റഗോഗസ് എന്നും ആ പ്രക്രിയയെ മിസ്റ്റഗോഗിയ എന്നും വിളിച്ചിരുന്നു. സഭാപിതാക്കന്മാരുടെ കാലം, അതായത് 4-5 നൂറ്റാണ്ടുകളിൽ പിതാക്കന്മാരായ വിശുദ്ധ അപ്രേം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം, യെറൂശലേമിലെ മാർ കൂറിലോസ് തുടങ്ങിയവർ ഈ വാക്കിനെ വിശുദ്ധീകരിച്ച് സഭയിലേക്ക് സ്വീകരിച്ചു. ഈസ്റ്റർ രാത്രിയിൽ മാമോദീസ സ്വീകരിച്ച് സഭയിലേക്ക് കടന്നുവന്ന പുതിയ വിശ്വാസികൾക്ക് തങ്ങൾക്ക് ലഭിച്ച കൂദാശകളുടെയും പ്രത്യേകിച്ച് മാമോദീസായുടെയും വിശുദ്ധ കുർബാനയുടെയും ആന്തരിക രഹസ്യങ്ങൾ വിവരിച്ചു കൊടുക്കുന്ന പ്രബോധനങ്ങളെ അവർ മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസ് എന്ന് വിളിച്ചിരുന്നു. ആരാധനക്രമ ദൈവശാസ്ത്രത്തിൽ എങ്ങനെയാണ് ഈ പദം ഉപയോഗിക്കുന്നത്? ആരാധനക്രമത്തിലെ ദൃശ്യമായ അടയാളങ്ങൾക്കും പ്രതീകങ്ങൾക്കും പിന്നിൽ മറഞ്ഞിരിക്കുന്ന അദൃശ്യമായ ദൈവിക യാഥാർത്ഥ്യങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ ആത്മീയമായി നയിക്കുക എന്ന അർത്ഥത്തിലാണ്. ചുരുക്കത്തിൽ, രൂപഘടനയനുസരിച്ച് വിശ്വാസിയെ വെറുമൊരു ചടങ്ങ് നടത്തുന്നവനായി നിർത്താതെ കൂദാശകളുടെയും ആരാധനയുടെയും ജീവനുള്ള അന്തസത്തയിലേക്ക് വഴികാട്ടി കൂടെ നടക്കുന്ന ആത്മീയ ഗുരുകുല പ്രവേശന പ്രക്രിയയാണ് ഈ മിസ്റ്റഗോജിയ. മലയാളത്തിൽ പല പ്രയോഗങ്ങൾ ഈ പദത്തെ കുറിക്കുവാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് മർമ്മബോധനം, രണ്ടാമതായിട്ട് രഹസ്യ ഉപദേശം, മൂന്നാമതായിട്ട് കൂദാശ രഹസ്യ ബോധനം. കൂദാശ അനുഷ്ഠാനങ്ങളുടെ രഹസ്യാത്മകമായ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് ഈ പ്രക്രിയയിലൂടെ. കൂദാശകൾ വഴിയുള്ള ദൈവിക രഹസ്യങ്ങളുടെ ആഴമേറിയ ബോധന പ്രക്രിയയാണിത്. ഈ ഗ്രീക്ക് ആശയത്തെ ഏറ്റവും മനോഹരമായി മലയാളത്തിലേക്ക് ഉപയോഗിക്കുമ്പോൾ സംസ്കൃത പദങ്ങളുടെ ധാതുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ, മിസ്റ്റഗോജിയ എന്നാൽ കേവലം ഒരു പഠനമല്ല, മറിച്ച് അനുഭവജ്ഞാനത്തിലൂടെയുള്ള ഒരു വഴികാട്ടലാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ ആരാധനാക്രമത്തിലും ദൈവശാസ്ത്രത്തിലും കൂദാശകളുടെ ആഴമേറിയ ആത്മീയ അർത്ഥം വിശ്വാസികൾക്ക് വിവരിച്ചു കൊടുക്കുന്നതിനെ മർമ്മബോധനം എന്ന് വിളിക്കുന്നത്. ദൈവശാസ്ത്രപരമായും ആരാധനക്രമപരമായും നോക്കുമ്പോൾ മിസ്റ്റഗോജിയ എന്നത് ഒരേ സമയം ഒരു കാലഘട്ടവും അതോടൊപ്പം തന്നെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ആത്മീയ പ്രക്രിയയുമാണ്. ആരാധനയിലും സഭാ പാരമ്പര്യങ്ങളിലും ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഒരു നിശ്ചിത കാലഘട്ടം. ആദ്യകാല സഭയുടെ പാരമ്പര്യമനുസരിച്ച്, പ്രത്യേകിച്ച് റൈറ്റ് ഓഫ് ക്രിസ്ത്യൻ ഇനിഷ്യേഷൻ ഓഫ് അഡൽട്സ്, അവിടെ മിസ്റ്റഗോജിയ എന്നത് കൃത്യമായ ഒരു കാലഘട്ടമാണ്. എപ്പോഴാണ് ഈ കാലഘട്ടം ആരംഭിക്കുന്നത്? ഈസ്റ്റർ രാത്രിയിൽ മാമോദിസ, മൂറോൻ അഭിഷേകം, ആദ്യ കുർബാന എന്നീ പ്രാരംഭ കൂദാശകൾ സ്വീകരിക്കുന്ന പുതിയ വിശ്വാസികൾ അതിനുശേഷം വരുന്ന പെന്തക്കോസ് വരെയുള്ള 50 ദിവസത്തെ കാലഘട്ടത്തെയാണ് മിസ്റ്റഗോജിയ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ കാലയളവിൽ അവർ തങ്ങൾക്ക് ലഭിച്ച കൂദാശകളുടെ ആഴമേറിയ രഹസ്യങ്ങളെക്കുറിച്ച് സഭാപിതാക്കന്മാരിൽ നിന്ന് പ്രത്യേക പ്രബോധനങ്ങൾ ശ്രവിച്ചിരുന്നു. രണ്ടാമതായിട്ട്, ഇത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. ആഴമേറിയ അർത്ഥത്തിൽ മിസ്റ്റഗോജിയ എന്നത് 50 ദിവസങ്ങളിൽ തീരുന്ന ഒന്നല്ല, പിന്നെയോ തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ് ഇതൊരു പ്രക്രിയയാകുന്നത്? ദൈവിക രഹസ്യങ്ങൾ എന്നത് മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആരാധനാക്രമത്തിലൂടെയും കൂദാശകളിലൂടെയും നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ ജീവിതകാലം മുഴുവൻ ആവർത്തിച്ച് ധ്യാനിക്കുകയും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നിരന്തരമായ ആത്മീയ വളർച്ചയുടെ പ്രക്രിയയാണിത്.
ബാഹ്യമായ അടയാളങ്ങളിൽ നിന്ന് ആന്തരികവും അദൃശ്യവുമായ ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക് വിശ്വാസി നടത്തുന്ന നിരന്തരമായ തീർത്ഥാടനമാണത്. ചുരുക്കത്തിൽ മിസ്റ്റർ ഗോജിയ ആരംഭിക്കുന്നത് കൂദാശകൾ സ്വീകരിച്ചതിന് ശേഷമുള്ള ഒരു പ്രത്യേക കാലഘട്ടമായിട്ടാണ്. എന്നാൽ അത് അവസാനിക്കുന്നത് വിശ്വാസിയുടെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ദൈവവുമായിട്ടുള്ള ആത്മീയ ഐക്യത്തിൻ്റെ നിരന്തരമായ പ്രക്രിയയായിട്ടാണ്. ദൈവശാസ്ത്രത്തിലും സഭാചരിത്രത്തിലും മിസ്റ്റർ ഗോജിയ എന്ന വാക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക പശ്ചാത്തലങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യകാല സഭയിൽ ജ്ഞാനസ്നാന പശ്ചാത്തലത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ആദ്യകാല ക്രൈസ്തവ സഭയിൽ ഏറ്റവും അധികം ഈ പദത്തിന് പ്രാധാന്യം കൈവന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. വലിയ നോമ്പ് കാലത്ത് വിശ്വാസം പഠിച്ച് ഈസ്റ്റർ രാത്രിയിൽ ജ്ഞാനസ്നാനം, മൊറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ സ്വീകരിച്ച് സഭയിലേക്ക് പ്രവേശിക്കുന്ന പുതിയ വിശ്വാസികളെ തൊട്ടടുത്ത ആഴ്ചകളിൽ കൂടുതൽ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. തങ്ങൾ സ്വീകരിച്ച കൂദാശകളുടെ ആന്തരിക അർത്ഥവും ആത്മീയ രഹസ്യങ്ങളും എന്താണെന്ന് ഈ ദിവസങ്ങളിൽ അവർക്ക് വിവരിച്ചു കൊടുക്കുന്ന പശ്ചാത്തലമാണ് ഈ മർമ്മബോധനം. രണ്ടാമതായിട്ട് ഈ പദം കൂദാശകളുടെ ആത്മീയ അർത്ഥവ്യാഖ്യാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കേവലം ബാഹ്യമായ ചടങ്ങുകൾക്കപ്പുറം ആരാധനക്രമത്തിലെ പ്രതീകങ്ങളുടെയും ശുശ്രൂഷയുടെയും ആഴമേറിയ ആത്മീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഈ പശ്ചാത്തലം. ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാനയിലെ ഓരോ കർമ്മങ്ങളും, അപ്പവും വീഞ്ഞും സമർപ്പിക്കുന്നത്, ധൂപാർപ്പണം സമർപ്പിക്കുന്നത്, കൈ കഴുകുന്നത് എന്നിവ കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണെന്ന് പഠിപ്പിക്കുന്നത് ഈ മർമ്മബോധന പശ്ചാത്തലത്തിലാണ്. മൂന്നാമതായിട്ട് സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളിൽ പേട്രിസ്റ്റിക് കാറ്റക്കേസിസ് നമുക്ക് ഈ വാക്ക് കാണാൻ സാധിക്കും. 4-ാം നൂറ്റാണ്ടിലെ പ്രമുഖരായ സഭാപിതാക്കന്മാരായ വിശുദ്ധ സിറിൽ, വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം തുടങ്ങിയവർ പുതിയ വിശ്വാസികൾക്കായി നൽകിയ പ്രശസ്തമായ പ്രസംഗ പരമ്പരകളിൽ മിസ്റ്റഗോജിക്കൽ കാറ്റക്കേസിസിൽ ഈ വാക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ അറിവ് പകർന്നു നൽകുന്ന കേവലം ഒരു മതബോധന ക്ലാസ് അല്ല ഈ മർമ്മബോധനം, മറിച്ച് കൂദാശകൾ സ്വീകരിച്ച ഒരാൾ അതിലൂടെ തനിക്കുണ്ടായ ദിവ്യ അനുഭവത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന ആത്മീയ പശ്ചാത്തലമാണിത്. അതുകൊണ്ടാണ് ഇതിനെ അനുഭവജ്ഞാനത്തിലൂടെയുള്ള വഴികാട്ടൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനിയും ദ കണ്ടന്റ് ഓഫ് മിസ്റ്റഗോജിയ ഈസ് ലെക്സ് ക്രദേന്തി. ഈ ദിവ്യ രഹസ്യ ബോധനത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രമാണമാണ്. നമുക്കറിയാവുന്നതുപോലെ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന ഒരു ലത്തീൻ ദൈവശാസ്ത്ര വാക്യമാണ് ലെക്സ് ഒറാന്തി ലെക്സ് ക്രദേന്തി. നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നു. ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൽ ഇതിൻ്റെ സാരത്തെ നമുക്ക് ഇനിയും പറയുന്ന വാക്കുകളിൽ വിശദീകരിക്കാം. എന്താണ് ലെക്സ് ഒറാന്തി? അത് പ്രാർത്ഥനയുടെ നിയമമാണ്. സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമവും പ്രാർത്ഥനകളും ചേരുന്നതാണത്. എന്താണ് ലെക്സ് ക്രദേന്തി? അത് വിശ്വാസത്തിൻ്റെ നിയമമാണ്. സഭയുടെ പ്രഖ്യാപിത വിശ്വാസ സത്യങ്ങളാണ്. ഒരു സഭയുടെ യഥാർത്ഥ വിശ്വാസം എന്തെന്ന് അറിയണമെങ്കിൽ ആ സഭ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തു പ്രാർത്ഥിക്കുന്നു എന്ന് പരിശോധിച്ചാൽ മതി. അതായത് ആരാധനക്രമം എന്നത് വിശ്വാസ സത്യങ്ങളെ കേവലം വാക്കുകളിൽ പഠിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് സഭയുടെ പ്രാർത്ഥനാ അനുഭവങ്ങളിൽ നിന്നാണ് അവളുടെ വിശ്വാസ സത്യങ്ങൾ രൂപപ്പെടുന്നതും കാത്തു സൂക്ഷിക്കപ്പെടുന്നതും. ചുരുക്കത്തിൽ പ്രാർത്ഥനയാണ് വിശ്വാസത്തിൻ്റെ ജീവസുറ്റ ഉറവിടം. ഈ പശ്ചാത്തലത്തിലാണ് മിസ്റ്റഗോജിയായും ഈ ലെക്സ് ക്രദേന്തിയും വിശ്വാസത്തിൻ്റെ നിയമവും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുന്നത്. 3 തലങ്ങളിൽ ഇവ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത് ആരാധനക്രമത്തിലൂടെയുള്ള വിശ്വാസ പ്രഖ്യാപനം, ലിറ്റർജി ആസ് എ സോഴ്സ് ഓഫ് ഫെയ്ത്ത്.
മർമ്മബോധനത്തിൽ പഠിപ്പിക്കുന്നത് കേവലം തത്വചിന്തകളല്ല, മറിച്ച് ആരാധനക്രമത്തിലൂടെയും കൂദാശകളിലൂടെയും നമ്മൾ അനുഭവിച്ചറിയുന്ന വിശ്വാസ സത്യങ്ങളെയാണ്. അതായത് പരിശുദ്ധ കുർബാനയിലും മറ്റു കൂദാശകളിലും അടങ്ങിയിരിക്കുന്ന ആഴമേറിയ വിശ്വാസ പ്രമാണങ്ങളാണ് ഈ മർമ്മബോധനത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം. 2, പ്രതീകങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക്, ഫ്രം സിംബൽസ് ടു ഡോഗ്മ. കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെ, അതായത് അപ്പം, വീഞ്ഞ്, എണ്ണ, വെള്ളം, ധൂപം, അത് വിശുദ്ധീകരിക്കുമ്പോൾ അവയ്ക്ക് പിന്നിലുള്ള സഭയുടെ ഔദ്യോഗിക വിശ്വാസത്തെയാണ് ഈ മർമ്മബോധകൻ വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നത്. ഉദാഹരണത്തിന്, കുർബാനയിലെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്നു എന്ന വിശ്വാസം കേവലം ഒരു ചടങ്ങായിട്ടല്ല, മറിച്ച് സഭയുടെ ഏറ്റവും കേന്ദ്രീകൃതമായ വിശ്വാസ പ്രമാണമായി ലെക്സ് ക്രദേന്തി ഇവിടെ പഠിപ്പിക്കപ്പെടുന്നു. 3, അനുഭവവും വിശ്വാസവും തമ്മിലുള്ള യോജിപ്പ്, ഹാർമണൈസിങ് എക്സ്പീരിയൻസ് ആൻഡ് ബിലീഫ്. ഒരു വ്യക്തി ജ്ഞാനസ്നാനത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും സഭയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ അഥവാ അവൾ അനുഭവിച്ചറിഞ്ഞ ആ ദിവ്യരഹസ്യം യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസ പ്രമാണമായി എങ്ങനെ ചേർന്നു പോകുന്നുവെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ മർമ്മബോധനം ചെയ്യുന്നത്. സഭ ജീവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ആ അചഞ്ചലമായ വിശ്വാസ സത്യങ്ങളെ അനുഭവസ്ഥരായ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കുന്ന പ്രക്രിയയാണിത്. ചുരുക്കത്തിൽ, ആരാധനയിലൂടെയും കൂദാശ അനുഭവങ്ങളിലൂടെയും നാം എന്താണോ ജീവിക്കുന്നത് അതാണ് സഭയുടെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന മർമ്മബോധനത്തിൻ്റെ അന്തസത്ത അല്ലെങ്കിൽ കാതലെന്നത് സഭയുടെ പ്രഖ്യാപിത വിശ്വാസ പ്രമാണം തന്നെയാണ്. അടുത്തതായിട്ട് ഈ മിസ്റ്റഗോജിയായും സിംബലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നാം കാണാൻ പോകുന്നത്. എന്താണ് സിംബൽ എന്ന വാക്കിൻ്റെ അർത്ഥം? ആരാധനക്രമ ദൈവശാസ്ത്രത്തിൽ ഏറ്റവും അധികമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രതീകം. ഇംഗ്ലീഷിൽ അത് സിംബൽ എന്ന വാക്കിലൂടെ വ്യക്തമാക്കുന്നു. ആ പദം കടന്നു വരുന്നത് ഗ്രീക്കിലെ സിംബലോൺ എന്ന പദത്തിൽ നിന്നുമാണ്. സിംബലോൺ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഒന്നിച്ചെറിയുക, ചേർത്തു വയ്ക്കുക എന്നിങ്ങനെയാണ്. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? പുരാതന ഗ്രീസിൽ 2 സുഹൃത്തുക്കളോ കരാറിൽ ഏർപ്പെടുന്നവരോ ഒരു മൺപാത്രമോ മോതിരമോ 2ആയി പൊട്ടിച്ച് ഓരോ കഷ്ണം കൈവശം വെക്കുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ഈ 2 കഷ്ണങ്ങളും പരസ്പരം ചേർത്ത് വെച്ച് ഐഡൻറ്റിറ്റി അഥവാ അനന്യത തെളിയിച്ചിരുന്നു. ഈ പൊട്ടിയ കഷ്ണത്തെയാണ് സിംബലോൺ എന്ന് വിളിച്ചിരുന്നത്. അതായത് വേർപിരിഞ്ഞു കിടക്കുന്ന 2 യാഥാർത്ഥ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒന്നാണ് സിംബലോൺ. അപ്പോൾ സിംബൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണ്ണിന് ദൃശ്യമായ ഒരു അടയാളത്തിലൂടെ ദൃശ്യമല്ലാത്ത വലിയൊരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നതിനെയാണ് നാം പ്രതീകം എന്ന് വിളിക്കുന്നത്. എന്താണ് മിസ്റ്റഗോജിയായും സിംബലും തമ്മിലുള്ള ബന്ധം? മർമ്മബോധനത്തിൽ അഥവാ മിസ്റ്റഗോജിയായിൽ ഈ പ്രതീകങ്ങൾ കേവലം ഒരു ഉപമയോ അടയാളമോ മാത്രമല്ല, അതിനപ്പുറം വലിയൊരു ആത്മീയ യാഥാർത്ഥ്യത്തിലേക്കുള്ള വാതിലുകളാണ്. അവ തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഇങ്ങനെ വിശദീകരിക്കാം. 1, അദൃശ്യമായ ദൈവിക യാഥാർത്ഥ്യത്തെ അത് ദൃശ്യമാക്കുന്നു. കൂദാശകളിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ വെള്ളം, എണ്ണ, അപ്പം, വീഞ്ഞ് വെറും പ്രകൃതി വസ്തുക്കളല്ല, അവ സിംബലോണാണ്. ഉദാഹരണത്തിന്, ജ്ഞാനസ്നാനത്തിലെ വെള്ളം ബാഹ്യമായി ശരീരശുദ്ധിയെ കാണിക്കുമ്പോൾ ആത്മീയമായി അത് പാപക്കറ കഴുകിക്കളയുന്ന ദൈവകൃപയെ കാണിക്കുന്നു. ഇവിടെയാണ് മർമ്മബോധനത്തിൻ്റെ പങ്ക് നാം മനസ്സിലാക്കേണ്ടത്. ഈ ബാഹ്യമായ പ്രതീകത്തിൽ നിന്ന് അതിൻ്റെ ആന്തരികമായ ദൈവിക യാഥാർത്ഥ്യത്തിലേക്ക്, മിസ്റ്റിക്കൽ റിയാലിറ്റിയിലേക്ക് വിശ്വാസിയെ നയിക്കുക എന്നതാണ് മർമ്മബോധനത്തിൻ്റെ അഥവാ മിസ്റ്റഗോജിയായുടെ പ്രധാന ദൗത്യം.
2, വിശ്വാസ പ്രമാണമായി മാറുന്ന സിംബലോൺ. ആദ്യകാല സഭയിൽ വിശ്വാസ പ്രമാണത്തെ സിംബലോൺ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രതീകം എന്നാണ് വിളിച്ചിരുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന വ്യക്തി സഭയുമായി ചേർത്തു വെക്കപ്പെടുന്നതിൻ്റെ അടയാളം, ടോക്കൺ ഓഫ് ഐഡൻറ്റിറ്റി ആയിരുന്നു ഈ വിശ്വാസ പ്രമാണം. മർമ്മബോധനത്തിൻ്റെ ഉള്ളടക്കം ലെക്സ് ക്രിതേന്തി വിശ്വാസത്തിൻ്റെ പ്രമാണം തന്നെയാണെന്ന് നാം അല്പം മുമ്പ് കണ്ടു. ഈ സിംബലോൺ ഓഫ് ഫെയ്ത്ത്, ഈ വിശ്വാസ മുദ്ര കേവലം പഠിപ്പിക്കുകയല്ല, അതിൻ്റെ ആഴമേറിയ അർത്ഥം അനുഭവിച്ചറിയാൻ വിശ്വാസിയെ സഹായിക്കുകയാണ്. 3, വേർപിരിഞ്ഞതിനെ ഒന്നിപ്പിക്കുന്നു. എ പ്രോസസ് ഓഫ് റീകണക്ഷൻ. പാപം വഴി ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് നിർത്തുന്നതാണ് കൂദാശകൾ. കൂദാശകളിലെ ഓരോ പ്രതീകവും മനുഷ്യനെ ദൈവവുമായി ചേർത്തു വെക്കുന്ന സിംബലോൺ ഘടകങ്ങളാണ്. ഈ കൂദാശ അനുഭവത്തിലൂടെ ഒരുവൻ ദൈവവുമായി എങ്ങനെ ഐക്യപ്പെട്ടുവെന്ന് വിശ്വാസിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പശ്ചാത്തലമാണ് ഈ മർമ്മബോധനത്തിൽ സംഭവിക്കുന്നത്. ചുരുക്കത്തിൽ കൂദാശകളിൽ ഉപയോഗിക്കുന്ന ബാഹ്യമായ അടയാളങ്ങളാണ് ഈ പ്രതീകങ്ങൾ. ഈ പ്രതീകങ്ങളെ കീറി മുറിച്ച് പരിശോധിച്ച് അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദിവ്യ രഹസ്യങ്ങളെയും സഭയുടെ വിശ്വാസ സത്യങ്ങളെയും വിശ്വാസിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ആത്മീയ വ്യാഖ്യാന പ്രക്രിയയാണ് മിസ്റ്റഗോജിയ അഥവാ മർമ്മബോധനം എന്നത്. ആരാധനക്രമത്തിൽ എന്തുകൊണ്ട് പ്രതീകങ്ങൾ ആവശ്യമായിരിക്കുന്നു? ആരാധനയിൽ പ്രതീകങ്ങൾ എന്തിനാണ് നാം ഉപയോഗിക്കുന്നത്? എന്താണ് അതിൻ്റെ അനിവാര്യത? ആരാധനക്രമത്തിൽ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് കേവലം ഒരു അലങ്കാരത്തിനോ ചടങ്ങിനോ വേണ്ടിയല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വഭാവവും ദൈവിക രഹസ്യങ്ങളുടെ ആഴവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ ഒരു ആത്മീയ ആവശ്യമാണത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇനിയും പറയുന്നവയാണ്. 1, ഇത് അദൃശ്യമായ ദൈവകൃപയുടെ സ്വഭാവം, നേച്ചർ ഓഫ് ഇൻവിസിബിൾ ഗ്രേസ് വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പ്രകൃതിയ അദൃശ്യവും മനുഷ്യബുദ്ധിക്ക് പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയാത്തതുമാണ്. എന്നാൽ ആരാധനക്രമത്തിലെ പ്രതീകങ്ങൾ ആ കൃപയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഭൗതിക വസ്തുക്കളിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. ഉദാഹരണത്തിന് ജ്ഞാനസ്നാന ശുശ്രൂഷയിലെ ജലം. ദൈവകൃപ നമ്മുടെ പാപങ്ങളെ കഴുകി വെടുപ്പാക്കുകയും നമുക്ക് ആത്മീയമായി പുതിയൊരു ജീവൻ നൽകുകയും ചെയ്യുന്നു. വെള്ളത്തിൻ്റെ ശുദ്ധീകരിക്കാനുള്ള സ്വഭാവത്തിലൂടെ അദൃശ്യമായ ദൈവകൃപയുടെ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധമായ തൈലം, ക്രിസം, മൂറോൻ. തൈലത്തിൻ്റെ സുഗന്ധവും അത് ശരീരത്തിൽ നൽകുന്ന ആശ്വാസവും വഴി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ആത്മീയ ശക്തിയും വിശ്വാസിക്ക് പകർന്നു നൽകുന്ന ദൈവകൃപയുടെ സ്വഭാവം പ്രകടമാക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഒരു വിനയപ്പെടൽ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചുകൂടി താത്വികമായി പറഞ്ഞാൽ ഇൻകാർണേഷണൽ പ്രിൻസിപ്പിൾ. ദൈവം മനുഷ്യനായി അവതരിച്ചു. അതാണല്ലോ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. യേശുക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രതീകമായിരുന്നു. ഇതേ മാതൃക പിന്തുടർന്നാണ് ആരാധനക്രമത്തിലും ദൃശ്യമായ പ്രതീകങ്ങളിലൂടെ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്. രണ്ടാമതായിട്ട്, ഈ പ്രതീകങ്ങൾ മനുഷ്യൻ്റെ ശാരീരിക ആത്മീയ പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ഒരേ സമയം ശരീരവും ആത്മാവും ചേർന്ന ഒരു സൃഷ്ടിയാണ്. നമുക്ക് അദൃശ്യമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ നേരിട്ട് ഗ്രഹിക്കാൻ പ്രയാസവുമാണ്. കണ്ണിനാൽ കാണാനും കൈകളാൽ തൊടാനും കഴിയുന്ന ഭൗതിക വസ്തുക്കളിലൂടെ മാത്രമേ അദൃശ്യമായ ദൈവകൃപയെ അനുഭവിക്കാൻ നമ്മുടെ മനുഷ്യ സഹജമായ ബുദ്ധിക്ക് സാധിക്കൂ. അപ്പോൾ ഇത് മനുഷ്യൻ്റെ പരിമിതവും ബലഹീനവുമായ അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. മനുഷ്യൻ സ്വഭാവത്താൽ പരിമിതനാണ്. ശുദ്ധമായ ആത്മീയ യാഥാർത്ഥ്യങ്ങളെ ഭൗതികമായ മാധ്യമങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് ഉൾക്കൊള്ളുവാൻ നമ്മുടെ ജീർണാവസ്ഥയിലുള്ള ഇന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ പരിമിതികളെ മറികടക്കുവാൻ ഈ പ്രതീകങ്ങൾ നമ്മെ സഹായിക്കുന്നു.
നമ്മുടെ ബലഹീനതയെ ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവിടുന്ന് തൻ്റെ അനന്തമായ കൃപയെ നമ്മുടെ പരിമിതമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രതീകാത്മകമായി നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രതീകങ്ങൾ മനുഷ്യൻ്റെ ബലഹീനതയും ദൈവത്തിൻ്റെ മഹത്വത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് മാറുന്നു. 3, വാക്കുകൾക്കതീതമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുവാൻ പ്രതീകങ്ങൾ സഹായിക്കുന്നു. മനുഷ്യൻ്റെ ഭാഷയ്ക്ക് പരിമിതികളുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം, ആരാധന, പശ്ചാത്താപം, സമർപ്പണം എന്നിവ വെറും വാക്കുകളിലൂടെ മാത്രം പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ചില പ്രതീകാത്മക കർമ്മങ്ങളിലൂടെ അത് സാധ്യമാകുന്നു. ധൂപം സമർപ്പിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നതിൻ്റെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും സുഗന്ധത്തിൻ്റെയും പ്രതീകമാണ്. മെഴുകുതിരി തെളിക്കുന്നത് ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന സത്യവും സ്വയം ഉരുകിത്തീരുന്നു കൊണ്ടുള്ള വിശ്വാസിയുടെ സമർപ്പണവുമാണത് വ്യക്തമാക്കുന്നത്. 4, സാമൂഹികമായ ഒരൈക്യം അത് സൃഷ്ടിക്കുന്നു. പ്രതീകങ്ങൾക്ക് ഒരു സമൂഹത്തെ മുഴുവൻ ഒറ്റ ചിന്തയിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകമായ ഒരു കഴിവുണ്ട്. ആരാധനാക്രമത്തിൽ ഒരേ പ്രതീകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് സഭയിലെ വിശ്വാസികളുടെ ആത്മീയ ഐക്യത്തെയും സാഹോദര്യത്തെയും ദൃശ്യമാക്കുന്നു. എന്താണ് ഇവിടെ മർമ്മബോധനവുമായിട്ടുള്ള മിസ്റ്റഗോജിക്കൽ പ്രോസസ്സുമായിട്ടുള്ള ബന്ധം? ഈ പ്രതീകങ്ങൾ കേവലം ജഡീകമായ അടയാളങ്ങളല്ല, അവ സിംബലോണാണ്. അതായത് ദിവ്യരഹസ്യങ്ങളുമായി അവ നമ്മെ ബന്ധിപ്പിക്കുകയാണ്. ആരാധനാക്രമത്തിലെ ഈ ബാഹ്യ പ്രതീകങ്ങളെ ആത്മീയ കണ്ണുകളോടെ കണ്ട് അതിലൂടെ ദൈവിക കൃപയിലേക്ക് പ്രവേശിക്കുവാൻ വിശ്വാസിയെ പ്രാപ്തനാക്കുകയാണ് ഈ ബോധന പ്രക്രിയയിലൂടെ നാം നടത്തുന്നത്. അപ്പോൾ ഈ മർമ്മബോധന പ്രക്രിയയിൽ സഭാപിതാക്കന്മാർ വിശ്വാസികളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ കാണുന്ന പ്രകൃതി വസ്തുക്കളുടെ ദാരിദ്ര്യവും പരിമിതത്വവും മാത്രമായിരിക്കരുത് നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടത്, മറിച്ച് അത് പ്രതീകങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുക്കി ഇറക്കുന്ന ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെയും ജീവനെയുമാണ് തിരിച്ചറിയേണ്ടത്. ചുരുക്കത്തിൽ, മനുഷ്യൻ്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് അദൃശ്യമായ ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്താൻ ദൈവം സ്ഥാപിച്ച മനോഹരമായ ജാലകങ്ങളാണ് ആരാധനാക്രമത്തിലെ പ്രതീകങ്ങൾ. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൽ ഈ മിസ്റ്റഗോജിയ എന്ന ആശയത്തിന് പ്രധാനമായും 2 വശങ്ങളാണുള്ളത്. ഒന്ന്, ഇത് രഹസ്യത്തിൻ്റെ ആഘോഷമാണ്. 2, അതിൻ്റെ വ്യാഖ്യാനമാണ്. ലളിതമായി പറഞ്ഞാൽ, വിശ്വാസത്തിൻ്റെ ആഴമേറിയ ദിവ്യരഹസ്യങ്ങൾ വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല, അത് ആരാധനാക്രമങ്ങളിലൂടെ ജീവിക്കുകയും അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. 2 രീതിയിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഒന്ന്, രഹസ്യത്തിൻ്റെ ആഘോഷം. ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് മിസ്റ്ററി. ഇത് കേവലം ചിന്തയോ പഠനമോ അല്ല, മറിച്ച് അനുഭവമാണ്. വിശുദ്ധ കുർബാന, മാമോദീസ തുടങ്ങിയ കൂദാശകളിൽ സജീവമായി പങ്കുചേരുന്നതിലൂടെയാണ് ഈ ദൈവിക രഹസ്യം നമ്മൾ ആഘോഷിക്കുന്നത്. ആരാധനാക്രമങ്ങളിലെ പ്രാർത്ഥനകൾ, ഗീതങ്ങൾ, പ്രതീകങ്ങൾ എന്നിവയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നാം അനുഭവിച്ചറിയുന്നു. 2, രഹസ്യത്തിൻ്റെ വ്യാഖ്യാനം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മിസ്റ്ററി. നമ്മൾ പങ്കെടുത്ത ആ ദൈവിക അനുഭവത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുന്ന ഭാഗമാണിത്. കൂദാശകളിലൂടെ നമുക്ക് ലഭിച്ച കൃപ എന്താണ്? അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ദൈനംദിന ജീവിതത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഇവിടെ വിശദീകരിക്കപ്പെടുന്നു. അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും ഉള്ളടക്കം എന്താണെന്ന് പറഞ്ഞു തരുന്ന പഠനമാണിത്. ചുരുക്കത്തിൽ, കൂദാശകളിലൂടെ ദൈവിക രഹസ്യങ്ങൾ ആഘോഷിക്കുകയും പിന്നീട് ആ അനുഭവത്തിൻ്റെ ആഴമേറിയ അർത്ഥം ഗ്രഹിച്ച് അത് ജീവിതത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോഴാണ് മിസ്റ്റഗോജിയ പൂർണ്ണമാകുന്നത്. ആരാധനാക്രമത്തിൽ നാം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആഘോഷം, സെലിബ്രേഷൻ. ലിറ്റർജി ഈസ് എ സെലിബ്രേഷൻ. എന്താണ് ഈ സെലിബ്രേഷൻ എന്ന വാക്കിൻ്റെ ആരാധനാക്രമത്തിലുള്ള അർത്ഥം? അത് മറ്റൊരു സെക്കുലർ വേളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ഒന്ന്, ഇറ്റ്സ് എ പെർഫോമൻസ് ഓഫ് എ ഹോളി റൈറ്റ്. ഇതൊരു കാർമ്മികത്വമാണ്, ഇതൊരു അനുഷ്ഠാനമാണ്. ആരാധനാക്രമത്തിൽ ഒരു കൂദാശ അല്ലെങ്കിൽ വിശുദ്ധ കർമ്മം നിർവഹിക്കുന്നതിനെയാണ്
സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സെലിബ്രേഷൻ ഓഫ് ദ ഹോളി കുർബാനോ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ കാർമ്മികത്വം എന്നീ അർത്ഥമാണ്. രണ്ടാമതായി ദർ ഇസ് എ സോളം കൊമമറേഷൻ. ആഘോഷപൂർവമായ ഒരു ആചരണമുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തികളെ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് ഭക്തിപൂർവ്വം ഓർമ്മിക്കുകയും അതിൽ പങ്കുചേരുകയും ചെയ്യുന്നതാണിത്. ഇതിനെയാണ് ആഘോഷപൂർവമായ അനുസ്മരണം അല്ലെങ്കിൽ ആഘോഷം എന്ന് വിളിക്കുന്നത്. സഭയുടെ ഔദ്യോഗിക പഠനങ്ങൾ അനുസരിച്ച് ആരാധനയിലെ ആഘോഷം എന്നാൽ വെറുമൊരു ചടങ്ങല്ല. അതിൽ 3 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒന്ന്, ഒരു കൂട്ടായ്മയുണ്ട്. ദർ ഈസ് എ കമ്മ്യൂണിറ്റി. ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല, മറിച്ച് സഭ ഒന്നിച്ച് ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണിത്. രണ്ടാമതായി ദർ ഈസ് ആൻ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. ജീവസുറ്റ പങ്കാളിത്തമുണ്ട്. പ്രാർത്ഥനകൾ, ഗീതങ്ങൾ, ശാരീരിക ഭാവങ്ങൾ, അതായത് കുമ്പിടുക, കൈകൾ കൂപ്പുക എന്നിവയിലൂടെ നമ്മൾ പൂർണ്ണമായി അതിൽ പങ്കുചേരുന്നു. ഇനിയും ദൈവിക രഹസ്യങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. ദർ ഈസ് എ പ്രസൻസ് ഓഫ് ഡിവൈൻ മിസ്റ്ററീസ്. ഭൂതകാലത്തിൽ നടന്ന ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ ആരാധനക്രമത്തിലൂടെ ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായി മാറുന്നു. ഈ വാക്കിനെ ആരാധനക്രമത്തിൽ അർത്ഥസമ്പുഷ്ടമാക്കാൻ 3 പ്രധാന ഘടകങ്ങൾ അനിവാര്യമാണ്. ഒന്നാമതായിട്ട് എ ഫൗണ്ടേഷണൽ ഈവൻറ്റ്, ഒരു പ്രത്യേകമായ സംഭവം. രണ്ടാമതായിട്ട് ഒരു കോൺഗ്രിഗേഷൻ. മൂന്നാമതായിട്ട് എ പർട്ടിക്കുലർ ആക്ട്, ഒരു കർമ്മം. ഒരു ഫൗണ്ടേഷണൽ ഈവൻ്റ് ഈ ആഘോഷത്തിന് അടിസ്ഥാനമാണ്. ആരാധനയിലെ ആഘോഷം ഒരിക്കലും ശൂന്യതയിൽ നിന്നുള്ളതല്ല. അതിനൊരു ചരിത്രപരമായ അടിസ്ഥാനമുണ്ട്. ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവർത്തികളാണ് ഈ സംഭവം ആഘോഷിക്കുന്നത്. ഉദാഹരണത്തിന് ആരാധനയിൽ യേശുമിശിഹായുടെ ജനനം, കഷ്ടാനുഭവം, മരണം, ഉയർപ്പ്, ഈ പാസ്കൽ മിസ്റ്ററി, ഇത് ചരിത്രപരമായ സംഭവമാണ്. അതിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആരാധന ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആരാധനയിൽ ഒരു ഭൂതകാല സംഭവങ്ങൾ കേവലം ഓർക്കുക മാത്രമല്ല, അതിലൂടെ അത് ഇന്ന് ഇവിടെ വീണ്ടും ജീവസുറ്റതായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഒരു സമൂഹം, ഒരു കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യുന്ന ഒരു കർമ്മമല്ല ആരാധന. അതിന് ഒരു ജനപങ്കാളിത്തം, ഒരു കൂട്ടം ആളുകൾ ആവശ്യമാണ്. അതായത് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളുടെ സമൂഹമാണ് സഭയെന്ന് പറയുന്നത്. സഭ ഒരു ആരാധന സമൂഹമാണ്. വൈദികനും വിശ്വാസികളും ഒന്നു ചേരുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ ദൃശ്യമാകുന്നു. മൂന്നാമതായിട്ട് ഒരു പ്രത്യേകമായ കർമ്മത്തിലൂടെ, അനുഷ്ഠാനത്തിലൂടെയാണ് ഇത് നമ്മൾ ആഘോഷിക്കുന്നത്. ഒരു സംഭവവും സമൂഹവും ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ ഒരു പ്രവൃത്തി ഇതിനെ ആഘോഷിക്കുവാൻ നടക്കണം. ആരാധന എന്നത് നിഷ്ക്രിയമായി നോക്കി നിൽക്കേണ്ട ഒന്നല്ല, അതൊരു കർമ്മമാണ്. പ്രാർത്ഥനകൾ ചൊല്ലുക, ഗീതങ്ങൾ ആലപിക്കുക, അപ്പവും വീഞ്ഞും സമർപ്പിക്കുക, കൈകൾ കൂപ്പുക, കുമ്പിടുക തുടങ്ങിയ പ്രതീകാത്മകമായ പ്രവർത്തികൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസി സമൂഹം സജീവമായി പങ്കുചേരുന്ന ഈ തിരുകർമ്മങ്ങളിലൂടെയാണ് ദൈവിക രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്നത്. ചുരുക്കത്തിൽ, രക്ഷാകരമായ ഒരു സംഭവം ഒരുമിച്ച് കൂടിയ വിശ്വാസി സമൂഹത്തിലൂടെ വിശുദ്ധമായ തിരുക്കർമ്മമായി മാറുമ്പോഴാണ് ആരാധനക്രമത്തിലെ ആഘോഷം എന്ന വാക്ക് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. ഇനിയും ആരാധനക്രമത്തിൽ പ്രത്യേകിച്ച് 2 രീതിയിലുള്ള മിസ്റ്റഗോജിക്കൽ ഇൻ്റർപ്രട്ടേഷൻസ്, വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് 2 രീതിയിലുള്ള ദൈവിക രഹസ്യബോധന വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് ടിപ്പോളജിക്കൽ വ്യാഖ്യാനവും 2 അലഗോറിക്കൽ വ്യാഖ്യാനവും. എന്താണ് ടിപ്പോളജിക്കൽ വ്യാഖ്യാനം? ദൈവശാസ്ത്രത്തിലും ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു പഠന രീതിയാണ് ടിപ്പോളജിക്കൽ കമൻട്രി. മലയാളത്തിൽ ഇതിനെ പ്രതിരൂപ വ്യാഖ്യാനം അല്ലെങ്കിൽ സാദൃശ്യാധിഷ്ഠിത വ്യാഖ്യാനം എന്ന് നമുക്ക് പറയാം. പാരമ്പര്യമായി ഇതിനെ നിഴലും പൊരുളും തിയറി എന്നും വിശേഷിപ്പിക്കാറുണ്ട്.
പഴയ നിയമത്തിലെ ചില വ്യക്തികൾ, സംഭവങ്ങൾ അല്ലെങ്കിൽ അടയാളങ്ങൾ പുതിയ നിയമത്തിലെ വരാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തിൻ്റെ മുന്നോടിയോ നിഴലോ ആയിരുന്നു എന്ന് കണ്ടെത്തി വ്യാഖ്യാനിക്കുന്ന രീതിയാണിത്. എന്താണ് ഈ ടൈപ്പ്, പ്രതിരൂപം എന്ന് പറഞ്ഞാൽ? പഴയ നിയമത്തിൽ കാണുന്ന പ്രതീകമോ സംഭവമാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന ഒന്നിൻ്റെ മുൻകുറി മാത്രമാണ്. ഇതിനൊരു ആൻറ്റി ടൈപ്പ് ഉണ്ട്, അതായത് ഒരു യാഥാർത്ഥ്യം അഥവാ ഒരു പൊരുളുണ്ട്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെയോ സഭയിലൂടെയോ പൂർത്തീകരിക്കപ്പെട്ട യഥാർത്ഥമായ സംഭവമാണ് ആൻറ്റി ടൈപ്പ്. ചില വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യോന പ്രവാചകൻ, പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തുകയാണ്. യോന പ്രവാചകൻ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം കിടന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണശേഷം 3 ദിവസം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടതിൻ്റെ മുൻകുറിയാണ്. പഴയ നിയമത്തിലെ പിത്തള സർപ്പവും പുതിയ നിയമത്തിലെ കുരിശും തമ്മിലുള്ള ഒരു ബന്ധം. മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ മോശ ഉയർത്തിയ വെങ്കല സർപ്പം മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായി കാൽവരിയിൽ ഉയർത്തപ്പെട്ട യേശുവിൻ്റെ കുരിശിൻ്റെ സാദൃശ്യമാണ്. അതുപോലെ തന്നെ നോഹയുടെ പേടകവും പുതിയ നിയമത്തിലെ സഭയും. പ്രളയത്തിൽ നിന്ന് ജീവനെ രക്ഷിച്ച നോഹയുടെ പേടകം ടൈപ്പ്, മനുഷ്യരെ ആത്മീയമായി രക്ഷിക്കുന്ന സഭയുടെയും മാമോദീസായുടെയും ആൻറ്റി ടൈപ്പ് അഥവാ പ്രതിരൂപമാണ്. ആരാധനക്രമത്തിലും മിസ്റ്റഗോജിയായാലും ഈ വ്യാഖ്യാന രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന്, പരിശുദ്ധ കുർബാനയെ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിൻ്റെ ബലിയുമായോ മരുഭൂമിയിൽ ലഭിച്ച മന്നയുമായോ ബന്ധിപ്പിച്ചു പഠിപ്പിക്കുന്നത് ഒരു ടിപ്പോളജിക്കൽ വ്യാഖ്യാനമാണ്. ചുരുക്കത്തിൽ, പഴയ നിയമത്തിലെ നിഴലുകളെ പുതിയ നിയമത്തിൻ്റെ ക്രിസ്തുവാകുന്ന പൊരുളുമായി ബന്ധിപ്പിച്ചു നടത്തുന്ന ആഴമേറിയ ദൈവവചന വ്യാഖ്യാനമാണ് ടിപ്പോളജിക്കൽ കമൻട്രി അഥവാ ഇൻ്റർപ്രട്ടേഷൻ. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ദൈവശാസ്ത്രത്തിൽ ഈ ഒരു പ്രയോഗം വളരെ അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഈ പ്രതിരൂപ വ്യാഖ്യാനങ്ങളാൽ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് സുറിയാനി സഭാപിതാക്കന്മാരായ വിശുദ്ധ അപ്രേമും സാറൂഖിലെ മറിയാക്കോബും ഒക്കെ ഈ പഴയ നിയമത്തിലെ നിഴലുകളെ പുതിയ നിയമത്തിൻ്റെ പൊരുളുമായി അതിമനോഹരമായി ബന്ധിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകമറിയാവിനെ പുകഴ്ത്തി പറയുന്ന വേളകളിൽ പഴയ നിയമത്തിലെ ധാരാളം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എരിഞ്ഞടങ്ങാത്ത മുൾപ്പടർപ്പ്, അതുപോലെ തന്നെ ഉടമ്പടിയുടെ പേടകം, ഗിദെയോൻ്റെ കമ്പിളി, ഇതൊക്കെ പഴയ നിയമത്തിലെ പ്രതീകങ്ങളാണ്. അത് പുതിയ നിയമത്തിൽ പരിശുദ്ധ ദൈവമാതാവുമായിട്ട് ബന്ധപ്പെടുത്തി പിതാക്കന്മാർ നമ്മുടെ ആരാധനാക്രമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിലെ ചില അനുഷ്ഠാനങ്ങളെ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. മൽക്കീസദേക്കിൻ്റെ ബലി, അതുപോലെ തന്നെ അബ്രഹാം അർപ്പിച്ച ബലി, ഇതൊക്കെ പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെടുത്തി പിതാക്കന്മാർ ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സീനായി മലയും ദേവാലയത്തിലെ മദ്ബഹായും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുവാനും ഈ വ്യാഖ്യാന ശൈലി പിതാക്കന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, പാശ്ചാത്യ സുറിയാനി ആരാധന കേവലം ചരിത്രം പറയുകയല്ല ചെയ്യുന്നത്, പഴയ നിയമ ചരിത്രങ്ങളെ ഒരു കണ്ണാടി പോലെ ഉപയോഗിച്ച് അതിലൂടെ പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെയും സഭയെയും കൂദാശകളെയും ദർശിക്കുന്ന അതിമനോഹരമായ ഒരു ദൈവശാസ്ത്രമാണ് ഈ പ്രതിരൂപ വ്യാഖ്യാനങ്ങളിലൂടെ സഭ ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അലഗോറിക്കൽ കമൻട്രി അഥവാ ഇൻ്റർപ്രട്ടേഷൻ. ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിലും ആരാധനക്രമ പഠനങ്ങളും ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ശൈലിയാണ് അലഗോറിക്കൽ കമൻട്രി. മലയാളത്തിൽ ഇതിനെ രൂപക വ്യാഖ്യാനം അല്ലെങ്കിൽ രൂപകാത്മക വ്യാഖ്യാനം എന്ന് നമുക്ക് വിളിക്കാം. ഒരു തിരുവചന ഭാഗത്തിൻ്റെയോ അല്ലെങ്കിൽ ആരാധനക്രമത്തിലെയോ കർമ്മത്തിൻ്റെയോ പുറമേയുള്ള അർത്ഥത്തിന്, ബിയോണ്ട് ലിറ്ററൽ മീനിങ്, അതിൽ മറഞ്ഞിരിക്കുന്ന ആത്മീയവും ആഴമേറിയതും രഹസ്യാത്മകവുമായ അർത്ഥങ്ങളെ കണ്ടെത്തി വിശദീകരിക്കുന്ന രീതിയാണിത്. ഇതിൽ ചരിത്രപരമായ വസ്തുതകളേക്കാൾ ഉപരി ഓരോ വാക്കിനും പ്രവർത്തിക്കും പിന്നിലെ ആത്മീയ തത്വങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സുറിയാനി പിതാക്കന്മാരായ അപ്രേമും സാറുഖിലെ യാക്കോബും ഈ ശൈലി ഉപയോഗിക്കുന്നുണ്ട്.
ആരാധനയിലെ ഓരോ ചെറിയ പ്രതീകങ്ങൾക്കും ചലനങ്ങൾക്കും വസ്തുക്കൾക്കും ആത്മീയ രൂപങ്ങൾ അവർ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് മത്ബഹായുടെ തിരശീല വളരെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. തിരശീല മാറ്റുന്നത് സ്വർഗം ഭൂമിയിലെ വിശ്വാസികൾക്കായി തുറക്കപ്പെടുന്നതിനെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലെ ദേവാലയത്തിലെ തിരശീല കീറിപ്പോയതിനെയും ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവില്ലാതായി സ്വർഗീയ രഹസ്യങ്ങൾ മനുഷ്യർക്ക് വെളിപ്പെടുത്തപ്പെട്ടതിനെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയിലെ ശോശപ്പായുടെ പ്രത്യേകമായ ആഘോഷം, വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും മൂടിയിരിക്കുന്ന ഈ വെളുത്ത തൂവാല, അത് വൈദികൻ ഉയർത്തുന്നു, അത് ആഘോഷിക്കുന്നു. അത് ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയ്ക്ക് മുന്നിൽ ഉരുട്ടിയിരുന്ന വലിയ കല്ലിൻ്റെ പ്രതീകമാണ്. അത് മാറ്റുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെയും കല്ലറ കാവൽക്കാർ ഭയന്നോടിയതിനെയും രൂപകാത്മകമായി ചിത്രീകരിക്കുന്നു. കൂടാതെ ന്യായപ്രമാണത്തിൻ്റെ നിഴൽ മാറി പുതിയ നിയമത്തിൻ്റെ വെളിച്ചം വന്നതിനെയും ഇത് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ധൂപക്കുറ്റി ആരാധനയിലെ ഏറ്റവും സജീവമായ ഒരു രൂപകമാണിത്. ധൂപക്കുറ്റിയുടെ ഓരോ ഭാഗത്തിനും ആത്മീയമായ അർത്ഥങ്ങളുണ്ട്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ ഈ രൂപക വ്യാഖ്യാനങ്ങൾ ആരാധനയെ വെറുമൊരു നാടകീയ ആവിഷ്കാരമായിട്ടല്ല കാണുന്നത്. പകരം ഭൂമിയിലെ ഈ തിരുക്കർമ്മങ്ങളിലൂടെ വിശ്വാസി ഒരേ സമയം സ്വർഗീയ ആരാധനയിലാണ്, ഹെവൻലി ലിറ്റർജിയിലാണ് പങ്കുചേരുന്നത് എന്ന വലിയ ആത്മീയ യാഥാർത്ഥ്യമാണ് സഭ പകർന്നു നൽകുന്നത്. പ്രതിരൂപ വ്യാഖ്യാനവും ടിപ്പോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷനും അലഗോറിക്കൽ വ്യാഖ്യാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവ രണ്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ടിപ്പോളജിക്കൽ അഥവാ പ്രതിരൂപ വ്യാഖ്യാനം പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും പ്രവചനവും പൂർത്തീകരണവും ആണ് അവതരിപ്പിക്കുന്നത്. എന്നാൽ അലഗോറിക്കൽ രൂപകാത്മകമായ വ്യാഖ്യാനം ചരിത്രപരമായ ബന്ധമല്ല, മറിച്ച് ഒരു കഥയിലെയോ ചടങ്ങിലെയോ ഓരോ ഘടകങ്ങൾക്കും നൽകുന്ന ആത്മീയവും പ്രതീകാത്മകവുമായ അർത്ഥമാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ പ്രതീകങ്ങളെ നാം വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് ആരാധനക്രമത്തിൽ ഈ മിസ്റ്റഗോജിയയുടെ പങ്ക് ഏറെ അനിവാര്യമാണ്. ചില അടിസ്ഥാന തത്വങ്ങൾ നാം പാലിക്കേണ്ടതുണ്ട്. പ്രതീകങ്ങൾ വെറുമൊരു അടയാളമല്ല, മറിച്ച് അവ ദൃശ്യമാകാത്ത ആത്മീയ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ജാലകങ്ങളാണ്. ഒന്നാമത്തെ തത്വം സാദൃശ്യ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് അനാലജി ഓർ കറസ്പോണ്ടൻസ്. ഒരു പ്രതീകവും അത് പ്രതിനിധീകരിക്കുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യവും തമ്മിൽ വ്യക്തമായ ഒരു സാദൃശ്യം ഉണ്ടായിരിക്കണം. പ്രതീകത്തിൻ്റെ ഭൗതികമായ സ്വഭാവം അതിൻ്റെ ആത്മീയ തലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരിക്കണം. ഉദാഹരണത്തിന് പരിശുദ്ധ കുർബാനയിലെ അപ്പം എന്ന പ്രതീകം, അപ്പം ശാരീരിക വിശപ്പ് മാറ്റുന്ന ഒന്നാണ്. അതിനെ ആത്മീയ പ്രതീകമായി വ്യാഖ്യാനിക്കുമ്പോൾ അത് ആത്മാവിന് നിത്യജീവൻ നൽകുന്ന ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രതീകം വെള്ളമാണ്. വെള്ളം കഴുകി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ മാമോദീസായിലെ ഈ വെള്ളം പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. 2. ബഹുതല അർത്ഥതത്വം, മൾട്ടിപ്പിൾ ലെയേഴ്സ്. ഒരു പ്രതീകത്തിന് ഒരൊറ്റ അർത്ഥം മാത്രമല്ല, ഒരേ സമയം ഒന്നിലധികം ആത്മീയ തലങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടാകാം. ഒരേ പ്രതീകം തന്നെ അത് ഉപയോഗിക്കുന്ന പശ്ചാത്തലമനുസരിച്ച് വ്യത്യസ്തമായ ആഴമേറിയ ചിന്തകൾ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് നാം ഉപയോഗിക്കുന്ന ധൂപക്കുറ്റി, അതിന് ഓരോ ഭാഗത്തിനും വ്യത്യസ്തമായ അർത്ഥങ്ങൾ നൽകുന്നുണ്ട്. 3. ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലം, ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. പ്രതീകങ്ങൾ രൂപം കൊണ്ട ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അതിനെ ശരിയായി വ്യാഖ്യാനിക്കാൻ സാധിക്കൂ. ബൈബിളിലെയും സഭയുടെയും പാരമ്പര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തി മാറ്റി പ്രതീകങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പുതിയ അർത്ഥങ്ങൾ നൽകുവാൻ കഴിയുകയില്ല. ഉദാഹരണത്തിന് കിഴക്കോട്ട് തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നത്, അത് വെറുമൊരു ദിക്കിൻ്റെ പ്രാധാന്യമല്ല, അത് ഉദയസൂര്യനായ ക്രിസ്തുവിനെയും അവൻ്റെ 2ാം വരവിനെയും കാത്തിരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ഈ സഭാ പശ്ചാത്തലം അറിഞ്ഞെങ്കിൽ മാത്രമേ ആ പ്രതീകം പൂർണ്ണമാകുകയുള്ളൂ. 4. നിഴലും പൊരുളും തത്വം, ടിപ്പോളജിക്കൽ പ്രിൻസിപ്പിൾ.
പഴയ നിയമത്തിലെ പ്രതീകങ്ങൾ പുതിയ നിയമത്തിലെ യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. പഴയ നിയമത്തിലെ താൽക്കാലിക അടയാളങ്ങൾ, ഷാഡോസ്, ക്രിസ്തുവിലും സഭയിലും എങ്ങനെ പൂർണ്ണമായി എന്ന് നോക്കി വേണം നാം വിലയിരുത്തുവാൻ. 5. നിഗൂഢതയുടെ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മിസ്റ്ററി. പ്രതീകങ്ങൾ യുക്തി കൊണ്ട് മാത്രം അളക്കാനുള്ളതല്ല, മറിച്ച് അവ ദൈവിക രഹസ്യങ്ങളിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ളതാണ്. ഒരു പ്രതീകത്തെ വ്യാഖ്യാനിച്ചു തീർക്കാൻ കഴിയുകയില്ല. അത് വാക്കുകൾക്ക് അതീതമായ ദൈവിക സാന്നിധ്യത്തെ അനുഭവവേദ്യമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പ്രതീകത്തിൻ്റെ ലക്ഷ്യം പ്രതീകം തന്നെയല്ല, അത് ചൂണ്ടിക്കാണിക്കുന്ന ദൈവിക യാഥാർത്ഥ്യമാണ്. ചുരുക്കത്തിൽ, പ്രതീകങ്ങളുടെ വ്യാഖ്യാനം എന്നത് ഭാവനയ്ക്കനുസരിച്ച് മാറ്റേണ്ട ഒന്നല്ല. അത് പാരമ്പര്യം, വചനം, ആരാധനക്രമം എന്നിവയോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ബാഹ്യമായ അടയാളത്തിൽ നിന്ന് ആന്തരികമായ ദൈവാനുഭവത്തിലേക്ക് വിശ്വാസിയെ നയിക്കുന്ന പ്രക്രിയയായിട്ട് മാറണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരാധനക്രമത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും പല സെക്കുലർ കോണ്ടെക്സ്റ്റിൽ നിന്നും സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഉദാഹരണം, ലിറ്റർജി, എക്ലേസിയ, സാക്രമെൻറ്റ്, ഇതിനൊക്കെ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ വാക്കുകളെയൊക്കെ നാം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ സാംസ്കാരികപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം നാം ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധനാക്രമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ അതിൻ്റെ പ്രതീകങ്ങളുടെ അർത്ഥം നാം ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രതീകങ്ങളുടെ ആഴമേറിയ ആത്മീയ അനുഭവത്തിലേക്ക് വിശ്വാസിയെ നയിക്കുന്ന പ്രക്രിയയാണ് മിസ്റ്റഗോജിയ. പ്രതീകാത്മക ദൈവശാസ്ത്രവും മിസ്റ്റഗോജിയയും കേവലം അറിവുകളല്ല, മറിച്ച് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളാണ്. വാക്കുകൾക്കതീതമായ ദൈവിക രഹസ്യങ്ങളെ പ്രതീകങ്ങളിലൂടെ ഉൾക്കൊള്ളുവാനും ആ രഹസ്യങ്ങൾ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഇത് വിശ്വാസിയെ പ്രാപ്തനാക്കുന്നു. ആത്യന്തികമായി പ്രതീകങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ മിസ്റ്റഗോജിയ ആ വെളിപ്പെടുത്തലിനെ ഒരു ജീവസുറ്റ അനുഭവമാക്കി മാറ്റുന്നു എന്ന് നമുക്ക് ഉപസംഹരിക്കാം. മിസ്റ്റഗോജിയ എന്നാൽ പ്രതീകങ്ങളുടെ ദൃശ്യതീരത്തു നിന്ന് അദൃശ്യമായ ദൈവിക രഹസ്യത്തിൻ്റെ അനന്തസാഗരത്തിലേക്ക് വിശ്വാസിയെ കൈപിടിച്ചു നടത്തുന്ന ആത്മീയ പ്രയാണമാണ്. അത് കേവലം ബുദ്ധി കൊണ്ട് അറിയേണ്ട തത്വശാസ്ത്രമല്ല, മറിച്ച് ആരാധനക്രമത്തിലൂടെ സന്നിഹിതമാകുന്ന ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുന്ന ദിവ്യ രഹസ്യമാണ്. ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ആരംഭിച്ച് നമ്മിൽ രൂപാന്തരം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഭൂമിയിലെ ഈ ആരാധനയിലൂടെ വരാനിരിക്കുന്ന നിത്യജീവിതത്തിൻ്റെ സ്വർഗീയ സന്നിധിയിലേക്ക് ആത്മാവിനെ ആനയിക്കുന്ന ഈ മിസ്റ്റഗോജിക്കൽ അനുഭവം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് അത് മൺമയമായ മനുഷ്യജീവിതത്തെ ദൈവികതയുടെ അമൃതധാരയായി മാറ്റിക്കൊണ്ട് നിത്യതയുടെ മുൻകൂട്ടിയുള്ള ആസ്വാദനമായി ഓരോ പ്രാർത്ഥനാ വേളകളിലും അലയടിച്ചു കൊണ്ടിരിക്കുന്നു. നന്ദി.